ഓൺലൈൻ പെൺവാണിഭ കേസിലെ പ്രതി നിരവധി പെൺകുട്ടികളെ ഗൾഫ് രാജ്യങ്ങളിൽ പെൺവാണിഭത്തിനായി കടത്തിക്കൊണ്ടുപോയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. ഓൺലൈൻ പെൺവാണിഭ കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി അക്ബറാണ് 6 പെൺകുട്ടികളെ ഗൾഫ് നാടുകളിലേക്ക് കടത്തിയത്. ഇന്നത്തെ ആദ്യ ക്രൈം റിപ്പോർട്ട് തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ അരിമാനൂർ നൽകുന്നു. ചുംബന സമരത്തിന്റെ വക്താക്കളായ രാഹുൽ പശുപാലനും ഭാര്യ രശ്മി ആർ നായരും മുഖ്യപ്രതികളായ ഓൺലൈൻ പെൺവാണിഭ കേസിൽ നിർണായക കണ്ടെത്തലാണ് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. ഓൺലൈൻ പെൺവാണിഭ സംഘം പെൺകുട്ടികളെ പെൺവാണിഭത്തിനായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. കേസിലെ മുഖ്യപ്രതി അക്ബറാണ് പെൺകുട്ടികളെ ദുബായ്, ഷാർജ, ബഹ്റിൻ എന്നിവിടങ്ങളിലെ ഹോട്ടലുകളിൽ എത്തിച്ചതെന്നും അക്ബർ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കോട്ടയം, തൃശൂർ സ്വദേശിനികളായ പെൺകുട്ടികളെയാണ് വലിയ തുക പ്രതിഫലം പറ്റി ഗൾഫിലെ സെക്സ് റാക്കറ്റിന് എത്തിച്ചു കൊടുത്തതെന്നും അക്ബർ മൊഴി നൽകി. രാഹുൽ പശുപാലനും രശ്മി ആർ നായരും തെരഞ്ഞെടുത്തു നൽകിയ പെൺകുട്ടികളെയാണ് ഇത്തരത്തിൽ ഗൾഫിൽ എത്തിച്ചത്. ഓൺലൈൻ പെൺവാണിഭത്തിന്റെ സാങ്കേതികവിദ്യ സമ്മാനിച്ചതും പരസ്യപ്പെടുത്തി ബിസിനസ്സിന് ആക്കം കൂട്ടിയതും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ജോഷി എന്ന അച്ചായന്റെ മകന്റെ സുഹൃത്തായ അനൂപാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. സാങ്കേതികവിദ്യ നൽകിയതിന് പ്രതിഫലമായി ബാങ്ക് ജീവനക്കാരനായ അനൂപ് പെൺവാണിഭത്തിന് കൊണ്ടുവന്ന പെൺകുട്ടികളെ നിരവധി തവണ ഉപയോഗിച്ചിരുന്നതായും അനൂപ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പെൺകുട്ടികളുടെ വിവിധ രൂപത്തിലുള്ള ഫോട്ടോകൾ, പ്രായം എന്നിവ വിശദീകരിച്ചാണ് ഫേസ്ബുക്ക് സൈറ്റ് ഉണ്ടാക്കിയത്. നിരവധി പെൺവാണിഭ കേസുകളിൽ പ്രതിയായ ജോഷിയെ കസ്റ്റഡിയിൽ വാങ്ങി ക്രൈംബ്രാഞ്ച് വിശദമായി ചോദ്യം ചെയ്യും. ഇതിനു പുറമെ കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങിയ 12 പ്രതികളെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് വീണ്ടും തെളിവെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതിനിടെ ചുംബന സമരത്തിൽ പങ്കെടുക്കുകയും രാഹുലിന്റെയും രശ്മിയുടെയും പെൺവാണിഭത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്ത പെൺകുട്ടി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ മൊഴി നൽകിയിട്ടുണ്ട്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തെ 100ഓളം മോഷണ കേസുകളിലെ പ്രതിയും കൂട്ടാളികളും തൃശൂരിൽ പിടിയിലായി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ സജീവമായിരുന്ന കവർച്ചാ സംഘമാണ് ഷാഡോ പോലീസിന്റെ കസ്റ്റഡിയിലായത്. തൃശൂരിൽ നിന്ന് ദിൽജിത്ത് നൽകുന്ന വാർത്തയിലേക്ക്. രാത്രികാലങ്ങളിൽ ബൈക്കിലും കാറിലും കറങ്ങി ആളില്ലാത്ത വീടുകളും ഒറ്റപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച മോഷണം നടത്തിയിരുന്ന സംഘമാണ് പിടിയിലായത്. സംഘത്തിലെ പ്രധാനി ആലപ്പുഴ കലവൂർ സ്വദേശി സത്താർ ബാഷ, ചാവക്കാട് അകലാട് സ്വദേശി ഷിഹാബ് എന്നിവരാണ് പിടിയിലായത്. വളരെ ചെറുപ്പം മുതൽ കളവ് തുടങ്ങിയ സത്താർ വിവിധ ജില്ലകളിലായി 100ലേറെ മോഷണക്കേസുകളിൽ പ്രതിയാണ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോട്ടയം ജില്ലകളിലാണ് സംഘം പ്രവർത്തിച്ചിരുന്നത്. പകലും രാത്രികാലങ്ങളിലും വീടുകൾക്ക് സമീപം നിരീക്ഷണം നടത്തി ആളില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് രാത്രി മോഷണം നടത്തുകയാണ് സംഘത്തിന്റെ ശൈലി. ഷാഡോ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത്. ഇക്കൊല്ലം തൃശൂർ ജില്ലയിലെ പേരാമംഗലം, പാവറട്ടി, വടക്കേക്കാട്, പെരുമ്പടപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്ന വൻ മോഷണങ്ങളുടെ വിവരങ്ങൾ ചോദ്യം ചെയ്യലിൽ വ്യക്തമായിട്ടുണ്ട്. കൂട്ടുപ്രതിയായ ചാവക്കാട് സ്വദേശി നിഷാദിനായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുട്ടികൾക്ക് നേരെ ഏറ്റവും കൂടുതൽ ശാരീരിക പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ജില്ലയായി കോട്ടയം മാറുന്നു. 2014 ഏപ്രിൽ മുതൽ 2015 മാർച്ച് വരെ ചൈൽഡ് ലൈൻ നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ. ഒരു വർഷത്തിനിടയിൽ 340 കുട്ടികളാണ് വിവിധ തരത്തിലുള്ള ക്രൂരതകൾക്ക് ഇരയായത്. കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണ്. പഠനത്തിലെ കണ്ടെത്തലുകൾ അനുസരിച്ച് 45 കുട്ടികളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായത്. ജില്ലയിൽ ശാരീരിക പീഡനമേറ്റ കുട്ടികളുടെ എണ്ണം 270 കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ ആശങ്കയുണ്ടെന്നും ചൈൽഡ് ലൈൻ കോർഡിനേറ്റർ PL ജോമോൻ പീപ്പിൾ TVയോട് പറഞ്ഞു. കുട്ടികൾക്കെതിരെയുള്ള ഫിസിക്കൽ അബ്യൂസ്, അതായത് ശാരീരിക പീഡനമാണ് നമുക്ക് കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കേസുകൾ. അത് കൂടുതൽ കേസുകൾ ഈ ബ്രോക്കൺ ഫാമിലീസിൽ നിന്ന്, ഈ ആൽക്കഹോളിക് ആയിട്ടുള്ള മാതാപിതാക്കളിൽ നിന്നുള്ള പീഡനങ്ങളാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ 4 ശൈശവവിവാഹ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ബാലഭിക്ഷാടനവുമായി ബന്ധപ്പെട്ട 7 കേസുകളും ബാലവേലയുമായി 14 കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 40-42% ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളെങ്കിൽ ഇപ്പോഴത് 70-75% എന്ന നിലയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. അധ്യാപകന് മർദ്ദനമേറ്റ് അവശനിലയിൽ +1 വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാസർഗോഡ് നയന്മാർമൂല ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി മുഹമ്മദ് ഫയാസിനാണ് അധ്യാപകന്റെ മർദ്ദനമേറ്റത്. വിദ്യാനഗർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുഷ്ടി ചുരുട്ടി മുഖത്ത് ഇടിയേറ്റ പരിക്കുകളോടെയാണ് കാസർഗോഡ് നായന്മാർമൂല ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി മുഹമ്മദ് സഫ്വാനെ ചെങ്കളയിലെ നായനാർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ക്ലാസ്സിൽ അധ്യാപകൻ വിദ്യാർത്ഥികളുടെ നോട്ട് പരിശോധിക്കുമ്പോൾ ചിരിച്ചതിന്റെ പേരിലാണ് അറബിക് അധ്യാപകൻ അബ്ദുള്ള തന്നെ മർദ്ദിച്ചതെന്ന് മുഹമ്മദ് സഫ്വാൻ പറഞ്ഞു. സാറ് ക്ലാസ്സിൽ ചിരിച്ചത് എന്നെ തച്ചത്, സ്റ്റാഫ് റൂമിൻ്റെ ഉള്ളിലിട്ടൊരു വാങ്ങല തച്ച്, എന്നിട്ട് മൂക്കൊന്നും ഇങ്ങനെ ചോര വരുന്നേ മൂക്കുന്നിരുന്നല്ലോ, അത് കാര്യമാക്കിയിട്ട കൈ കൊണ്ട് ഇങ്ങനെ പഞ്ചിട്ട് തരും, ഇങ്ങനെ പഞ്ചിട്ട് മൂക്കിൽ ഇടുക്കന്നെ.
മുഷ്ടി ചുരുട്ടി മുഖത്തെ ഇടിച്ചതിനെ തുടർന്ന് മൂക്കിൽ നിന്നും രക്തം വാർന്നു. തന്നെ അടിക്കരുതെന്ന് സഫ്വാൻ ഈ സമയത്ത് ആവശ്യപ്പെട്ടുവെങ്കിലും അധ്യാപകൻ മർദ്ദനം തുടരുകയായിരുന്നു. രക്തം വാർന്ന നിലയിലാണ് സഫ്വാൻ വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്. താനും സ്കൂൾ മാനേജ്മെന്റുമായി നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലാണ് അധ്യാപകൻ മർദ്ദിച്ചതെന്നാണ് സഫ്വാന്റെ പരാതി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പോലീസ് നിയമന തട്ടിപ്പ് പ്രതി ശരണ്യയ്ക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഭാര്യയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ശരണ്യയുടെ അമ്മ. നിയമന തട്ടിപ്പിനിരയായ ഒരാളോടാണ് അമ്മയുടെ അവകാശവാദം. പരാതിക്കാരനും ശരണ്യയുടെ അമ്മയും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം പീപ്പിൾ TV പുറത്തുവിട്ടു. ശരണ്യ പിടിയിലാകുന്നതിന് മുൻപാണ് ഈ ടെലിഫോൺ സംഭാഷണം നടന്നത്. പോലീസ് നിയമന തട്ടിപ്പിൽ എത്ര ഉന്നതരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് ആലപ്പുഴ SP പ്രജീഷ് കുമാറും വ്യക്തമാക്കി. പോലീസ് നിയമന തട്ടിപ്പു കേസിൽ ശരണ്യയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് അടുത്ത ബന്ധമെന്ന അവകാശവാദവുമായി ശരണ്യയുടെ അമ്മ. ശരണ്യയുടെ അമ്മയുടെ ശബ്ദരേഖയാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. സംഭാഷണത്തിലുടനീളം ശരണ്യയുടെ അമ്മ വളരെ കൃത്യമായി ആഭ്യന്തരമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്നു. ചെന്നിത്തലയുടെ ഭാര്യയുമായും ശരണ്യയ്ക്ക് അടുത്ത ബന്ധമെന്നാണ് അമ്മയുടെ അവകാശവാദം. നിങ്ങൾ ഈ ചെന്നിത്തലയ്ക്ക് എസ്കോട്ട് പോയെന്ന് പറഞ്ഞ ഉള്ളതാണോ? എസ്കോട്ട് പോയെന്നോ? അതെന്റെ മോള് വന്നു കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട്, വേണമെങ്കിൽ അയാളുടെ PA കൊണ്ടോ അവരെ കൊണ്ടോ, അവരുടെ പെണ്ണുമ്പിള്ളയുടെ ഫോൺ നമ്പർ സഹിതമുണ്ട് ശരണ്യയുടെ കയ്യിൽ. അറിയാവോ? പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ എന്റെ മോളുമായിട്ട് പോയിട്ട്, എന്റെ മോടെ കൂടെ തന്നെ വേറെ ആളും ഉണ്ടായിരുന്നു. അവർക്ക് പോയിട്ട് എന്റെ മോടെ മാല ആരോ വലിച്ചു പൊട്ടിച്ച് താലി പോയിട്ട് അവരാ താലി, ആ പെണ്ണുമ്പിള്ള താലി മാറ്റി എന്റെ മോക്ക് പേരില്ലാത്ത താലി മെനഞ്ഞാന്ന് അവള് പോകുന്നതിന് മുമ്പ് ഇവിടെ കൊണ്ടുവന്നു. വൈഫ് എന്തെല്ലാം മുതൽ എന്റെ കൊച്ചുമോക്ക് കൊടുത്തുവിട്ടെന്ന് അറിയാവോ? നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുതന്നു? വീട്ടിൽ കൊണ്ട് തരുവാ എന്തോ, അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അതൊന്നും നിങ്ങളിപ്പോ ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. ഞാനിപ്പം പിന്നെ മോനെ ഒരു അമ്മയാണെങ്കിലും തുറന്നു പറയും. നീ എവിടെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നാലും ശരി, ഞാൻ കള്ളം കാണിച്ചിട്ടുമില്ല, കള്ളം പറയത്തുമില്ല. എനിക്കത് ഇഷ്ടമുള്ള കാര്യം. എന്റെ മക്കൾ എന്റെ അടുത്ത് കള്ളം കാണിക്കാനും പറ്റത്തില്ല. കാണിച്ചു കഴിഞ്ഞാൽ അത് അന്നേരം അവിടെ വെച്ച് ഞാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യും. എന്റെ മക്കൾ, എന്റെ മോനോട് ചോദിച്ചു നോക്ക്, എന്റെ മോനോടൊന്ന് ചോദിച്ചു നോക്ക്. ഒരു കള്ളം കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് വേണ്ട രീതിയിൽ. ഇപ്പൊ എന്റെ സ്റ്റാൻഡ് എന്ന് വെച്ചാല്, ഇപ്പം എന്റെ ഒരു സ്റ്റാൻഡ് എന്ന് വെച്ചാൽ എനിക്ക് ജോലി വേണ്ട. നിങ്ങൾക്ക് രമേശ് ചെന്നിത്തലയായിട്ട് പിടിയുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും പാവപ്പെട്ട പിള്ളേർക്ക് ജോലി മേടിച്ചു കൊടുക്കും. എനിക്ക് ശരണ്യ, നിന്റെ മുമ്പിൽ എന്റെ മോള് ഒരാളെങ്കിലും തൊപ്പി കയറിയിരിക്കും. ഞാൻ പറയുന്നത് വേണ്ടാന്ന്, എല്ലാവരെയും വേണ്ടാന്നാക്കിയില്ല നീ. എല്ലാവരെയും നീ ഒരുത്തൻ വേണ്ടാന്നാക്കിയതാ. ഞാൻ പറയുന്നത് എല്ലാവരെയും ഒറ്റക്കാർക്ക് നിൽക്ക. പിന്നെ അവിടെ നിന്നോ പിന്നെ എന്തുവാ, പിന്നെ കഞ്ഞിപ്പാറോ എന്തുവാ, പിന്നെ വടക്കങ്ങാണ്ടുള്ള ആ പയ്യനെ വരെ നീ വിളിച്ച് അവിടെ വരുത്തി നീ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനെ ഞങ്ങളിവിടെ ഇടപെടുത്തി തന്ന ആള് വിളിച്ചപ്പോ അവൻ പറഞ്ഞു ഞാൻ ഞങ്ങളുടെ വീട്ടിലാന്ന് പറഞ്ഞു. അവൻ അങ്ങോട്ട് പോയിട്ടില്ലെന്ന് പറഞ്ഞു. അത് റെജിയാക്കി ഞങ്ങൾ സംസാരിച്ചോളാം. സംഭവം എല്ലാം ചെയ്തത്. മോന് നല്ല മാർഗം കിട്ടും. ഈശ്വര ഭാഗത്തുനിന്ന് മോന് നല്ല വഴി കിട്ടട്ടെ. ഞാൻ കിട്ടിക്കോട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. സംഭവം എന്റെ സ്റ്റാൻഡാ ഞാൻ പറഞ്ഞേ, മനസ്സിലായോ? അത് എന്റെ സ്റ്റാൻഡ് അങ്ങനെ ആകാൻ കാരണം നിങ്ങളുടെ മോളാ. നിന്റെ പൈസ അവിടെ എത്തിച്ചിരിക്കും. ഇന്ന് എന്റെ മോള് പോയിരിക്കുന്നത് പൈസ മേടിക്കാനാ പോയിരിക്കുന്നത്. ആ പൈസ മേടിച്ച് അവിടെ എത്തിച്ചിരിക്കും. ശരണ്യയുടെ അറസ്റ്റിന് ശേഷം തട്ടിപ്പിന്റെ പൂർണ്ണരൂപം പോലീസിന് നൽകിയിട്ടും ആരോപണ വിധേയരായ ഉന്നത വ്യക്തികളെ രക്ഷപ്പെടുത്താൻ പോലീസ് നടത്തിയ ശ്രമത്തെ തുടർന്നാണ് ഹരിപ്പാട് മജിസ്ട്രേറ്റിന് മുന്നിൽ ശരണ്യ രഹസ്യമൊഴി നൽകാൻ തീരുമാനിച്ചത്. ഈ മൊഴിയിൽ ആഭ്യന്തരമന്ത്രിയെയും ഓഫീസിനെയും പ്രതിക്കൂട്ടിലാക്കിയാണ് ശരണ്യ മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അന്വേഷണവും നടന്നിട്ടില്ല. മറിച്ച് ശരണ്യയുടെ കുടുംബത്തെ മാത്രം അറസ്റ്റ് ചെയ്ത് കേസ് അട്ടിമറിക്കുകയാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. അട്ടപ്പാടിയിൽ പിടിയിലായ അയ്യപ്പന് കടുകുമണ്ണ മാവോയിസ്റ്റ് വെടിവെപ്പുമായി ബന്ധമില്ലെന്ന് പോലീസ്. പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയ അയ്യപ്പനെ കേസിൽ സാക്ഷിയാക്കുമെന്ന് പാലക്കാട് SP N വിജയകുമാർ പറയുന്നു. അതേസമയം അട്ടപ്പാടി വനമേഖലയിൽ 20 അംഗ മാവോയിസ്റ്റ് സംഘം പ്രവർത്തിക്കുന്നതായി SP സ്ഥിരീകരിച്ചു. തിങ്കളാഴ്ച രാത്രി പിടിയിലായ അട്ടപ്പാടി പന്നിയൂർ പടിക സ്വദേശി അയ്യപ്പനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇയാൾ നിരപരാധിയാണെന്ന് പോലീസിന് വ്യക്തമായത്. 5 മാസം മുമ്പ് മാവോയിസ്റ്റുകൾക്കൊപ്പം ചേർന്ന അയ്യപ്പന് 2 മാസമായി ഇവരുമായി ബന്ധമില്ലെന്ന് പോലീസ് പറയുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസം 17-ന് കടുകുമണ്ണയിൽ നടന്ന മാവോയിസ്റ്റ് പോലീസ് വെടിവെപ്പുമായി അയ്യപ്പന് ബന്ധമില്ല.
പോലീസിനെയും മാവോയിസ്റ്റുകളെയും പേടിച്ച് 2 മാസമായി അയ്യപ്പൻ വനത്തിനുള്ളിൽ ഒളിച്ചു കഴിയുകയായിരുന്നെന്ന് പാലക്കാട് SP N വിജയകുമാർ പറഞ്ഞു. മാവോയിസ്റ്റുകാരുടെ പീഡനം സഹിക്കാൻ വയ്യാതെ ഇവനെ ഉപയോഗിക്കുകയായിരുന്നു. അങ്ങനെ 5 മാസം പോയി കഴിഞ്ഞു. അതിൽ 3 മാസം ഇവരുടെ കൂടെ ഒരുമിച്ച് പല ഊരുകളിലും ഇവൻ പോകും. ഇവരെയും വിളിച്ച് അവരെ കൊണ്ടുപോയി എല്ലാ സ്ഥലങ്ങളും കറങ്ങി. അതേസമയം അത്യാധുനിക ആയുധങ്ങളുമായി 20 പേരടങ്ങുന്ന മാവോയിസ്റ്റ് സംഘം അട്ടപ്പാടി വനമേഖലയിൽ പ്രവർത്തിക്കുന്നതായി SP സ്ഥിരീകരിച്ചു. അയ്യപ്പനെ ചോദ്യം ചെയ്തതിൽ നിന്ന് വിക്രം ഗൌഡ, വയനാട് സ്വദേശി സോമൻ എന്നിവർ സംഘത്തിലുണ്ടെന്ന് വ്യക്തമായി. അയ്യപ്പന് ആവശ്യമായ സംരക്ഷണം ഒരുക്കാനും പോലീസ് തീരുമാനിച്ചു. അഗളി CI പറഞ്ഞതനുസരിച്ച് പ്രതി ചേർത്ത അയ്യപ്പനെ വിട്ടയച്ചതിൽ പോലീസിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നതായാണ് ലഭിക്കുന്ന വിവരം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുൻ SP സുനിൽ ജേക്കബിനെതിരെ DGPയുടെ സത്യവാങ്മൂലം. സമാന്തര അന്വേഷണ ഏജൻസി അംഗീകരിക്കാനാവില്ലെന്ന് DGP. അന്വേഷണ ഏജൻസിയുടെ മറവിൽ അനധികൃത പ്രവർത്തനങ്ങൾ നടത്തുന്നു. സർവീസിലിരിക്കെ നിരവധി തവണ അച്ചടക്ക നടപടി നേരിട്ടയാളാണ് സുനിലെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. കൊച്ചി ബ്യൂറോയുടെ റിപ്പോർട്ട്. മുൻ SP സുനിൽ ജേക്കബ് നടത്തുന്ന സ്വകാര്യ ഡിറ്റക്റ്റീവ് ഏജൻസി യഥാർത്ഥത്തിൽ സമാന്തര പോലീസ് സ്റ്റേഷൻ തന്നെയാണ്. പല കേസുകളും ഈ ഓഫീസ് വഴി ഒത്തുതീർക്കുന്നുണ്ട്. ഇത് അന്വേഷിച്ച് ബോധ്യപ്പെട്ടതാണെന്നും DGP സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കോട്ടയം ക്രൈംബ്രാഞ്ച് SP യാണ് DGPയുടെ നിർദ്ദേശപ്രകാരം സുനിൽ ജേക്കബ് നടത്തുന്ന ഏജൻസിയെക്കുറിച്ച് അന്വേഷിച്ചത്. ഈ റിപ്പോർട്ടിൽ പല കേസുകളും ഒത്തുതീർപ്പാക്കാൻ റിട്ടയർഡ് SP നേരിട്ട് പോലീസ് സ്റ്റേഷനുകളിൽ എത്തിയിരുന്നതായി പറയുന്നുണ്ട്. ഇതിൽ പലതും ഗുണ്ടാ കേസുകളാണെന്നും വ്യക്തമാക്കുന്നു. മോശം ട്രാക്ക് റെക്കോർഡുള്ള പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു സുനിൽ ജേക്കബ് എന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. കേസുകൾ ഒത്തുതീർക്കാൻ സർവീസിലുള്ള 3 സിവിൽ പോലീസുകാർ റിട്ടയർഡ് SP സഹായിച്ചിരുന്നുവെന്ന് തെളിഞ്ഞിട്ടുണ്ട്. സമാന്തര പോലീസ് സ്റ്റേഷൻ എന്ന രീതിയിൽ തന്നെയാണ് സെൻട്രൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ തന്നെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നതെന്നും DGP പറയുന്നു. എറണാകുളം റേഞ്ച് മുൻ IG MR അജിത് കുമാറിനെതിരെ സുനിൽ ജേക്കബ് ഉന്നയിച്ച ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. തന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് കാണിച്ച് റിട്ടയർഡ് SP സുനിൽ ജേക്കബ് നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന് മറുപടിയായി പോലീസിനു വേണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നൽകിയ മറുപടിയിൽ സുനിൽ ജേക്കബ് കൊച്ചിയിൽ സമാന്തര പോലീസ് സ്റ്റേഷൻ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഈ നിലപാട് തന്നെയാണ് DGP സെൻകുമാർ സത്യവാങ്മൂലത്തിലും ആവർത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മനുഷ്യാവകാശ ലംഘനത്തിനും നീതി നിഷേധത്തിനുമെതിരെ 4 പതിറ്റാണ്ടിലധികമായി വയനാട്ടിൽ കാഞ്ഞിരത്തിനാൽ കുടുംബം സമരത്തിലാണ്. സ്വന്തം ഭൂമി വനംവകുപ്പ് അട്ടിമറികളെ തുടർന്ന് നഷ്ടമായ ഈ കുടുംബം ഏറ്റവും ഒടുവിൽ വയനാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിവരുന്ന സമരം 101 ദിവസങ്ങൾ പിന്നിട്ടു. 1962 കുടിയേറ്റ കർഷകനായ കാഞ്ഞിരത്തിനാൽ ജോർജും സഹോദരൻ ജോസും ചേർന്നാണ് കാഞ്ഞിരങ്ങാട് വില്ലേജിൽ 12 ഏക്കർ ഭൂമി വാങ്ങിയത്. എന്നാൽ അടിയന്തരാവസ്ഥക്കാലത്ത് നിക്ഷിപ്ത വനഭൂമിയായി പിടിച്ചെടുത്തവയിൽ ഈ ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കാണിച്ച് വനം വകുപ്പ് ഈ കുടുംബത്തെ നിരന്തരം വേട്ടയാടി. ഭൂമി സംബന്ധിച്ച മുഴുവൻ രേഖകളുമുണ്ടായിട്ടും സാധാരണ കുടിയേറ്റ കർഷകനായ ജോർജ് നിഷ്കരുണം ഭൂമിയിൽ നിന്ന് ആട്ടിയിറക്കപ്പെട്ടു. വാടക വീട്ടിൽ രോഗദുരിതങ്ങളാൽ ഭാര്യ മരിച്ചതിനു പിന്നാലെ 2012 ഡിസംബറിൽ കാഞ്ഞിരത്തിനാൽ ജോർജും സമരങ്ങൾക്കിടെ മരണപ്പെട്ടു. നീതിക്കായി ജോർജ് ചെയ്ത സമരം ഇപ്പോൾ മക്കളും മരുമകനായ ജെയിംസുമാണ് തുടരുന്നത്. നടക്കുമെന്ന് തോന്നുന്നില്ല. നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണല്ലോ. നമുക്ക് ഏത് തെളിവുകളും റെക്കോർഡുകളും വെക്കാനുള്ള കഴിവിന്റെ മുകളിലാണല്ലോ നമ്മളിവിടെ ഇരിക്കുന്നത്. ഒന്നെങ്കിൽ മരണം, അല്ലെങ്കിൽ നീതി. വനം വകുപ്പിന് വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ട മറ്റേതോ വനഭൂമിക്ക് വേണ്ടിയാണ് തങ്ങളെ ബലിയാടാക്കുന്നതെന്നാണ് ജെയിംസ് ആരോപിക്കുന്നത്. മുൻ ചീഫ് സെക്രട്ടറി നിവേദിത P. ഹരൻ ഉൾപ്പെടെ വനം വകുപ്പിന് ഈ ഭൂമിയിൽ അവകാശങ്ങളൊന്നുമില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നിട്ടും വനം വകുപ്പ് അടിസ്ഥാനങ്ങളൊന്നുമില്ലാത്ത തങ്ങളുടെ വാദം കോടതികളിലും തുടരുകയാണ്. മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും നിരന്തരം ഇടപെട്ടിട്ടും എന്തുകൊണ്ട് ഈ കുടുംബത്തിന് നീതി ലഭിച്ചില്ലെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. അനൂപ് KR, വയനാട്. പാരീസ് ആക്രമണത്തിലെ മുഖ്യപ്രതി സലാഹ് അബ്ദുൾ സലാം ജർമ്മനിയിലേക്ക് രക്ഷപ്പെട്ടതായി റിപ്പോർട്ട്. പോലീസിന്റെ പിടിയിൽ നിന്ന് തന്ത്രപരമായാണ് സലാം രക്ഷപ്പെട്ടത്. അതിനിടെ ISന്റെ ഭീഷണിയെ തുടർന്ന് ബെൽജിയത്ത് സുരക്ഷ ശക്തമാക്കി. പാരീസ് ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച സലാഹ് അബ്ദുസലാം ജർമ്മനിയിലേക്ക് രക്ഷപ്പെട്ടതായാണ് റിപ്പോർട്ട്. ബെൽജിയം പോലീസ് ഇയാളെ കണ്ടെത്തിയെങ്കിലും കാറിൽ കടന്നുകളയുകയായിരുന്നു. ജർമ്മൻ അതിർത്തി ലക്ഷ്യം വെച്ചാണ് ഇയാൾ കടന്നിരിക്കുന്നതെന്നാണ് ടെലിഗ്രാഫ് ഓൺലൈൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ലീച്ച് നഗരത്തിനടുത്ത് ഇന്നലെ രാത്രി 7:30യോടെയാണ് സംഭവം. പാരീസ് ആക്രമണത്തിന്റെ പിറ്റേന്ന് തന്നെ ബെൽജിയം അതിർത്തിയിൽ ഫ്രഞ്ച് പോലീസ് ഇയാളെ ചോദ്യം ചെയ്തിരുന്നെങ്കിലും ആക്രമണത്തിലെ പങ്ക് തിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട് വെറുതെ വിടുകയായിരുന്നു. അതിനിടെ ഭീകരാക്രമണ ഭീതിയിൽ ബെൽജിയം തലസ്ഥാനമായ ബ്രസൽസ് അതീവ ജാഗ്രതയിലാണ്.
പാരീസിലെ ആക്രമണത്തിന്റെ തയ്യാറെടുപ്പുകൾ നടന്നത് അവിടെയാണെന്നതും പല ഭീകരരുടെയും താവളം ബെൽജിയം ആണെന്നതും ഭീതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മെട്രോ സർവീസുകളടക്കം നിർത്തിവെച്ചുകൊണ്ടുള്ള ജാഗ്രതയിൽ തിരക്കുള്ള ഷോപ്പിംഗ് കേന്ദ്രങ്ങളിൽ പോകുന്നതും ഗവൺമെന്റ് നിരോധിച്ചിരിക്കുകയാണ്. സംഗീത പരിപാടികൾ ഉൾപ്പെടെ ആൾക്കാർ കൂടുന്ന പൊതുവേദികളും ഒഴിവാക്കിയിട്ടുണ്ട്. ജനങ്ങൾക്ക് ഔദ്യോഗികമായി ജാഗ്രതാ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു സർക്കാർ. ന്യൂസ് ഡെസ്ക്. ചേർത്തല താലൂക്കിൽ കോടികൾ വിലമതിക്കുന്ന സിലിക്ക മണൽ ഖനനം വീണ്ടും സജീവമാവുകയാണ്. 11 kV ലൈനുകൾ വരെ ഭീഷണിയിലാക്കിയാണ് മണൽ മാഫിയ സജീവമായിരിക്കുന്നത്. റിപ്പോർട്ടിലേക്ക്. ചേർത്തലയിൽ സിലിക്ക മണൽ ഖനനം വീണ്ടും വ്യാപകമാകുന്നു. 11 kV വൈദ്യുതി ലൈൻ തന്നെ അപകടത്തിലാക്കിയാണ് മണൽ ഖനനം നടക്കുന്നത്. തൈക്കാട്ടുശ്ശേരി പഞ്ചായത്ത് 10-ാം വാർഡിലെ ഹരിജൻ ഗിരിജൻ കോളനി നിവാസികളുടെ ജീവൻ തന്നെ ഭീഷണി വരുത്തിയാണ് അനധികൃത ഖനനം നടന്നുവരുന്നത്. തൈക്കാട്ടുശ്ശേരി ചേന്നമ്പള്ളിപ്പുറം പഞ്ചായത്തുകൾ ഒട്ടേറെ സിലിക്ക മണൽ നിക്ഷേപമുള്ള പ്രദേശങ്ങളായിരുന്നു. ഇപ്പോൾ മണൽ മാഫിയയുടെ പ്രവർത്തനം മൂലം ഒട്ടേറെ മണൽക്കുന്നുകൾ ഇവിടെ ഉണ്ടായിരുന്നു. മണൽ മാഫിയയുടെ പ്രവർത്തനം മൂലം കുന്നുകളെല്ലാം തന്നെ ഇവിടെ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അവശേഷിക്കുന്ന ഇതുപോലെയുള്ള ടവറുകൾ നിൽക്കുന്ന ഏതാനും 1-2 കുന്നുകൾ മാത്രമാണ്. ആ കുന്നുകൾ പോലും ഈ രീതിയിൽ അപകടകരമായ രീതിയിൽ മണൽ മാറ്റാനായിട്ടാണ് മണൽ മാഫിയ ഇവിടെ ശ്രമിക്കുന്നത്. JCB ഉപയോഗിച്ച് മണലെടുക്കാനുള്ള ശ്രമം കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് അധികൃതർ തടഞ്ഞിരുന്നു. ടവറിന് ചുറ്റുമുള്ള മണ്ണ് മുഴുവൻ മാറ്റിയായിരുന്നു. JCB കൊണ്ട് ആ മണ്ണ് മുഴുവനും മാറ്റി ആ ടവറിൻ്റെ കാല് വരെ തെളിഞ്ഞ് കാണത്തക്ക രീതിയിലാണ് ഞങ്ങൾ വരുമ്പോൾ കണ്ട കാഴ്ച. അനധികൃത ഖനനത്തിനെതിരെ നിരവധി പരാതികൾ നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. KCBയുടെ അറിവോടെയാണ് ഇപ്പോൾ മണൽ ഖനനം നടക്കുന്നതെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സിറിയൻ അതിർത്തിക്ക് സമീപം റഷ്യൻ യുദ്ധവിമാനം തുർക്കി വെടിവെച്ചിട്ടു. ടർക്കിഷ് വ്യോമാതിർത്തി ലംഘിച്ചതിനാലാണ് വിമാനം വെടിവെച്ചതെന്ന് തുർക്കി വ്യക്തമാക്കി. ആ റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് സമാപിക്കുകയാണ്. നമസ്കാരം. സുഖോയ് വിഭാഗത്തിൽപ്പെട്ട യുദ്ധവിമാനമാണ് തുർക്കി വെടിവെച്ചിട്ടത്. പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും അതെല്ലാം ലംഘിച്ചതിനെ തുടർന്നാണ് വിമാനം വെടിവെച്ചിട്ടതെന്ന് തുർക്കി പ്രസിഡന്റുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു. ഇക്കാര്യം റഷ്യൻ മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ വിമാനം സിറിയൻ അതിർത്തിയിലായിരുന്നുവെന്ന് റഷ്യ വ്യക്തമാക്കി. വിമാനം സിറിയൻ അതിർത്തിയിലൂടെ പറക്കുമ്പോഴാണ് തകർത്തതെന്നും റഷ്യ ആരോപിച്ചു. അതേസമയം റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. തുർക്കിയിലെ ഹബർടർക്ക് TVയിൽ ഒരു വിമാനം തീപിടിച്ച് താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. വിമാനം വെടിവെച്ചിട്ട വിവരം മോസ്കോയും സ്ഥിരീകരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്.